പിഷാരടി ഇപ്പം ഞാൻ ഓർക്കുക, കേരളത്തിൽ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കടന്നു വന്നു. ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു യുണൈറ്റിംഗ് എക്സസൈസ് ആയിരുന്നു. ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു എക്സസൈസ് ആയിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയം ജനങ്ങളെ വിഭജിക്കാൻ മാത്രമായിട്ട് മാറുമ്പോൾ ഇന്ത്യ മുഴുവൻ തെരുവിൽ നടന്ന് നീങ്ങി ആളുകളോട് ഒരുമിപ്പിക്കാൻ പറഞ്ഞൊരു വലിയ പൊളിറ്റിക്കൽ എക്സസൈസാണ്. ആ എക്സസൈസിൽ അന്ന് കോൺഗ്രസ് അധികാരത്തിലില്ല. അന്ന് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ, എനിക്ക് തോന്നുന്നു പിഷാരടി താമസിക്കുന്ന കോർപ്പറേഷനിൽ പോലും കേരളത്തിൽ അന്ന് അധികാരത്തിലില്ല. അപ്പോൾ ഒരു അധികാരവും കോൺഗ്രസിന് ഇല്ലാത്തൊരു സമയത്ത് രാജ്യം ഒരുമിക്കുന്ന ഒരു മൂവ്മെന്റിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരാളുടെ ഒരു ഐഡിയോളജിക്കൽ സപ്പോർട്ട് ഉണ്ടല്ലോ. കോൺഗ്രസ് ആശയങ്ങൾ അദ്ദേഹം നിൽക്കാൻ തീരുമാനിച്ച ആ സമയത്തെ ഇഷ്ടപ്പെടുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് കോൺഗ്രസ് പ്രവർത്തകർ. നിങ്ങളിപ്പം മറ്റെല്ലാവരും അധികാരത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സിനിമാ താരങ്ങളെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. വലിയ വലിയ താരങ്ങളൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോലും ഉറപ്പില്ലാത്ത തരത്തിൽ നിങ്ങൾ തന്നെ വ്യക്തിപരമായിട്ട് ആലോചിക്കുമ്പോൾ ഗവൺമെന്റ് പ്രഷർ കൊടുത്തതുകൊണ്ടാവും എന്ന് ചിന്തിക്കുന്ന പല ഇടപെടലുകളും നടത്തിയ വലിയ വലിയ താരങ്ങളെയൊക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. പക്ഷെ ഒരു അധികാരമില്ലാത്ത സമയത്ത് കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നൊരു കലാകാരനെ അനേകം കലാകാരന്മാർ അപ്പുറത്ത് നിൽക്കുകയും മത്സരിക്കുകയും അതിന്റെ പേരിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നുമല്ല. പാർട്ടി പ്രതിപക്ഷത്താണെങ്കിലും അധികാരത്തിലില്ലെങ്കിലും പാർട്ടിയോടൊപ്പം ഞാനുണ്ടെന്ന് പറയുന്ന ഒരാളെ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതിനെ പോസിറ്റീവായി പാർട്ടി പ്രവർത്തകർ കാണും.